കേരളത്തിൽ ഇത്തവണ എൽനിനോ ചതിച്ചതോടെ 28% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഈ വർഷം കാലവർഷം പരക്കെ ദുർബലമാണ്. കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ശരാശരി മഴ ലഭിച്ചത്. സംസ്ഥാനത്തെ മറ്റു 10 ജില്ലകളിലും ശരാശരി മഴയേക്കാൾ കുറവാണ് ലഭിച്ചത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് വയനാട്ടിലും ഇടുക്കിയിലുമാണ്. ഈ മാസം അവസാനത്തോടെ കാലവർഷം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത്. നിലവിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് നിലനിൽക്കുന്നുമുണ്ട്. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ജൂൺ ആദ്യം മുതൽ കേരളത്തിൽ മഴ ശക്തമായിരുന്നുവെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം മഴയുടെ തോതിൽ കാര്യമായ കുറവ് സംഭവിച്ചുവെന്നാണ് കണക്ക്. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും മഴയിൽ കുറവുണ്ടായി. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ സീസൺ ഔദ്യോഗികമായി ആരംഭിച്ചിട്ട് 2 ആഴ്ചയായി എങ്കിലും മഴയുടെ അളവിൽ കുറവ് തുടരുകയാണ്. ജൂൺ 1-നും 17-നും ഇടയിൽ രാജ്യത്തെ മഴ ശരാശരിയേക്കാൾ 38% താഴെയാണ്. ജൂൺ അവസാനത്തോടെ മഴ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയാണുള്ളത്. ജൂൺ അവസാനത്തോടെ അയൽ സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങളിൽ ജൂലൈ 15ഓടെയും മഴ ശക്തമാകും. ഈ വർഷം കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ജൂൺ 4-ന് ആരംഭിച്ചു. തുടർച്ചയായി 4 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ ശക്തമായി ലഭിക്കുകയും ചെയ്തു. കർണാടക, ഗോവ എന്നിവയുൾപ്പെടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മൺസൂൺ നേരത്തെ എത്തിയെങ്കിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും വൈകിയാണ് മൺസൂൺ എത്തിയത്. കേരളം, തെക്കൻ കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ജൂൺ ആദ്യം മഴയുടെ ശക്തി ഉയർന്ന തോതിലായിരുന്നു. എന്നാൽ പിന്നീട് മഴയുടെ തോത് അതിവേഗം കുറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യ മേഖലയിൽ ജൂൺ 10 വരെ 8%-ലധികം മഴ അധികമായി രേഖപ്പെടുത്തി. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയുടെ വാർഷിക മഴയുടെ 70%-ലധികം നൽകുന്നുണ്ട്. മഹാരാഷ്ട്രയുടെ മൺസൂണിനായുള്ള കാത്തിരിപ്പ് ഇപ്പോൾ നീണ്ടിരിക്കുകയാണ്. സാധ്യമായ ആരംഭത്തിന്റെ വ്യക്തമായ സൂചനകളൊന്നും തന്നെയില്ല. ഏറ്റവും പുതിയ മൺസൂൺ മുന്നേറ്റം ജൂൺ 8-ന് തെക്കൻ കൊങ്കണിന്റെ ചില ഭാഗങ്ങളിലും തെക്കൻ മധ്യ മഹാരാഷ്ട്രയുടെ സമീപ പ്രദേശങ്ങളിലുമായിരുന്നു. മഹാരാഷ്ട്രയിൽ 2026-ലെ മൺസൂൺ ഇതുവരെ എത്തിയിട്ടില്ല. ജൂൺ ആദ്യവാരത്തിൽ മൺസൂൺ തെക്കൻ കൊങ്കൺ മേഖലയിലും തെക്കൻ മധ്യ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പ്രവേശിച്ചിരുന്നു. പിന്നീട് മൺസൂൺ മന്ദഗതിയിലായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മൺസൂൺ എത്തുന്ന ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ട്. ജൂൺ 23ഓടെ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിച്ച് മഹാരാഷ്ട്രയുടെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതേസമയം ലോകത്തിലെ ഏറ്റവും മഴയുള്ള 2 മേഘാലയ ഗ്രാമങ്ങളായ മൗസിൻ ഡാമിലും ചിറാപുഞ്ചിയിലും മഴ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലുമാണ്. ജൂൺ 21 ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് മൗസിൻ ഡാമിൽ 53 സെന്റിമീറ്റർ മഴ പെയ്തു. ഇതേ കാലയളവിൽ ചിറാപുഞ്ചിക്ക് സമീപമുള്ള സ്ഥലത്ത് 47 സെന്റിമീറ്റർ മഴ പെയ്തു. എങ്കിലും 1000 കിലോമീറ്റർ പടിഞ്ഞാറ് വിദർഭയിൽ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യ ഒരേ സമയം 2 സീസണുകളിലൂടെ കടന്നു പോവുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ ചുട്ടുപൊള്ളിക്കാൻ വീണ്ടും ഒരു എൽനിനോ വരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകത്തെ പ്രളയത്തിൽ മുക്കാനും വരൾച്ചയിൽ കുരുക്കാനും കെൽപ്പുള്ള ഈ കാലാവസ്ഥാ പ്രതിഭാസത്തിന് ഇത്തവണ കടുപ്പം കൂടുതലാകുമെന്നായിരുന്നു കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 3 മുതൽ 7 വർഷം കൂടുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് എൽനിനോ. എന്നാൽ ഈ വർഷത്തെ എൽനിനോ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒന്നായി മാറുമെന്നാണ് പ്രവചനം. ഇതിന് കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണ്, അഥവാ കാലാവസ്ഥാ വ്യതിയാനം. മനുഷ്യന്റെ മനുഷ്യത്വപരമല്ലാത്ത ഇടപെടലുകളാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നമായി മാറുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില ലോകത്തെ തന്നെ കരിച്ചു കളയുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഭൂമിയുടെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കവും മറുഭാഗത്ത് കടുത്ത വരൾച്ചയും ഉണ്ടാക്കുന്ന ഒരു ആഗോള പ്രതിഭാസമാണ് എൽനിനോ. പസഫിക് സമുദ്രജലത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന അസാധാരണമായ വർധനവാണ് ഇതിന് കാരണം. 2 തരത്തിലാണ് ഇത് ലോകത്തെ ബാധിക്കുന്നത്. ഒന്ന്, അതിരൂക്ഷമായ വരൾച്ചയുണ്ടാകും. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മഴ കുറയും. കടുത്ത വരൾച്ചയും ചൂടും ഉണ്ടാകും. രണ്ടാമത്തെ സാധ്യത പ്രളയവും പെരുമഴയുമാണ്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ പെറു, എക്വഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലും അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും കനത്ത മഴയും പ്രളയവും ഉണ്ടാകും. എൽനിനോയിൽ പണി കിട്ടുന്ന പ്രധാന രാജ്യം ഇന്ത്യ തന്നെയാണ്. കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ കാലവർഷം ദുർബലമാവുകയും കടുത്ത വേനലും ചൂടും വരൾച്ചയും വരികയും ചെയ്യും. കുടിവെള്ളം കിട്ടാതാകും. കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് പ്രധാനമായും വിദഗ്ധർ പറയുന്ന പ്രശ്നങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.